പുത്തൻവേലിക്കര പഞ്ചായത്തിലെ തിനപ്പുറമാണിത്. കഴിഞ്ഞ 5 ദിവസമായി ഈ പ്രദേശത്തെ സ്ഥിതി ഇങ്ങനെയാണ്. ഏതാണ്ട് 10ഓളം വീടുകൾ ഇത്തരത്തിൽ പകുതിയോളം വെള്ളം മൂടിക്കിടക്കുന്ന അവസ്ഥ. ഈ പ്രദേശത്തേക്ക് കടന്നു വരാനുള്ള ഏക റോഡാണിത്. ഈ റോഡിന് ഇരുവശമായുള്ള എല്ലാ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഈ വീടുകളിലെ എല്ലാ ആളുകളെയും തൊട്ടപ്പുറത്തുള്ള ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് തിരിച്ച് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞ് ഇവിടേക്ക് വന്നാലും വളരെ പെട്ടെന്ന് തന്നെ താമസം പുനരാരംഭിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇവിടെ നിലവിലുള്ളത്. അത്രയ്ക്കും പരിതാപകരമായ കാഴ്ചയാണ്. കിണറുകളെല്ലാം ചെളിവെള്ളം കൊണ്ട് മൂടിക്കഴിഞ്ഞു. ഒപ്പം തന്നെ ഓരോ ദിവസത്തെയും മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ, പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സാഹചര്യങ്ങളുടെ കുറവ്, വീണ്ടും വീട് വൃത്തിയാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ നിരവധി ദുരിതങ്ങളുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഓരോ വീടുകളുടെയും ഇപ്പോഴും സ്റ്റെപ്പിലെല്ലാം വെള്ളമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രമാണ് അല്പമെങ്കിലും വെള്ളം താഴേക്ക് വന്നത്. ചേട്ടാ, എന്താണ് അവസ്ഥ? എത്ര ദിവസമായി ഇപ്പോൾ ഇങ്ങനെ ഈ വെള്ളം മൂടി കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു? ഇപ്പോൾ ഏകദേശം 5 ദിവസമായിട്ടാണ് ഇത്തരത്തിൽ വെള്ളം ഇവിടെ കയറിയേക്കണേ. 2013 ഇത്തരത്തിൽ വെള്ളം മുമ്പ് ഉണ്ടായത്. അതിനേലും രൂക്ഷമായിട്ടുള്ളൊരു പ്രളയക്കെടുതിയാണ് ഈ മേഖലയിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്നത്. ഒരുപക്ഷെ എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ മേഖലയിലുള്ളവരായിരിക്കും. കാരണം ചാലക്കുടി പുഴയും പെരിയാറും സംഗമിക്കുന്ന പ്രദേശമാണ് ഇവിടെ അടുത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 2 നദികളിലെയും വെള്ളത്തിൻ്റെ ഒഴുക്ക് ശക്തമായി ഈ പ്രദേശത്തുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ വെള്ളം താഴാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ എത്ര ദിവസം ഈ വെള്ളം ഇങ്ങനെ നിൽക്കും? ഇനി വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാലും ഇവിടെ താമസിക്കാനുള്ള ബുദ്ധിമുട്ട് നീണ്ടുപോകില്ലേ? മിക്കവാറും ഇപ്പോൾ കറുത്ത വാവ് ആണ്. ആ കറുത്ത വാവിൽ സ്വാഭാവികമായിട്ടും കടൽ വെള്ളം പുഴകളിൽ നിന്നുള്ളത് വലിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും തിങ്കൾ ചൊവ്വ അടുത്ത ഒരു 2-3 ദിവസവും ഈ വെള്ളം ഇങ്ങനെ തന്നെ നിന്ന് ജനങ്ങൾക്ക് ദുരിതപൂർണമായ ജീവിതമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിൽ വളരെ പരിതാപകരമായ കാഴ്ചയാണ് ഈ പ്രദേശങ്ങളിലുള്ളത്. ഒരുപക്ഷെ എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും ഈ പ്രദേശത്തുള്ള ആളുകളായിരിക്കും.